വിശ്രമവേളകൾ ആനന്ദകരവും വിജ്ഞാനപ്രദവുമാക്കുകയാണ് പാലിശ്ശേരിയിലെ സന്തോഷ് മാഷ്. കലയും ശാസ്ത്രവും ഒരുമിപ്പിച്ചുകൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് പാലിശ്ശേരിയിലെ ഈ പാർക്കിൽ. വർഷങ്ങളായി ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹം കുട്ടികളുടെ പഠനോപകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ പാർക്കിനെ വിനോദ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ സഹായത്തോടെ. ഒപ്പം തന്നെ സാധാരണക്കാരന്റെ ബജറ്റിൽ ഒതുങ്ങാവുന്ന ത്രെഡ്മില്ലും വാട്ടർ പ്യൂരിഫയറും ബയോഗ്യാസുമൊക്കെ ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റും? അതൊക്കെ ചെയ്ത ആളാണ് തൃശൂർ മാളയിലെ CV നാരായണൻ മാസ്റ്റർ. ഇദ്ദേഹം ചിത്രകലാ അധ്യാപകനായിരുന്നു. ശില്പിയാണ്, ശാസ്ത്രകുതുകിയാണ്, പരിസ്ഥിതി അവബോധകനാണ്, എഴുത്തുകാരനാണ്. വിസ്മയ കാഴ്ചകളുടെ ലോകമാണ് മാസ്റ്ററുടെ വീട് നിറയെ. മാളയിലെ ഇദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വന്നാൽ എതിരേൽക്കുക കൂറ്റൻ ദിനോസറാണ്. 10 അടി ഉയരത്തിൽ കൂറ്റൻ ഡ്രാഗണുമുണ്ട്. എല്ലാം സിമന്റിൽ നിർമ്മിച്ചവ. CBയുടെ സ്വന്തം കരവിരുതിൽ തീർത്ത കോൺക്രീറ്റ് ശില്പങ്ങളിൽ തൊട്ടാൽ തലയാട്ടുന്ന പൂക്കളുണ്ട്. ആദ്യമായിട്ട് സിമെന്റ് കൊണ്ടുള്ള നിർമ്മാണം. ആദ്യം ഫസ്റ്റ് ദിനോസറിന്റെ ആണെങ്കിൽ ആദ്യം തന്നെ ഈ ഫൗണ്ടേഷൻ ഇടും. അതിനൊക്കെ ഒരു കമ്പി കെട്ടി കാല് ഇതിന്റെ ഉള്ള കമ്പി കെട്ടി മുകളിലേക്ക് അത് കുറേശ്ശെ വാർത്ത് പോകണം. വാർത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് അത് പിന്നെ അവസാനം ആദ്യം തന്നെ സ്കെച്ച് വരയ്ക്കും. സ്കെച്ച് വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത് വലുതാക്കി അതിന്റെ കണക്കനുസരിച്ച് വലുതാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിനുള്ളിലേക്ക് കടക്കാം. PSLV മാതൃകയാണ് ആദ്യം. ശൂന്യതയിൽ കത്തുന്ന ബൾബ്, സിനിമാ പ്രൊജക്ടർ, വിറയ്ക്കുന്ന പന്ത്, മെറ്റൽ ഡിറ്റക്ടർ തുടങ്ങി ശാസ്ത്രാഭിരുചി വളർത്തുന്ന പ്രവർത്തന മാതൃകകളും മോഡലുകളുമുണ്ട്. കുട്ടികളിൽ ശാസ്ത്ര കൌതുകം വളർത്താൻ പാകത്തിനുള്ള ഇത്തരം നിർമ്മിതികൾ വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്കൂളിലേക്ക് FM റേഡിയോ ഉണ്ട്. പിന്നെ ഈ ഗ്ലോബൽ വാർമിംഗ് അതിന്റെ ഉള്ളതെന്ന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമി, ചന്ദ്രൻ, പിന്നെ ഗ്രഹണങ്ങൾ കാണിക്കാൻ പറ്റും. എല്ലാം കാണിക്കാവുന്ന വിധത്തിലുള്ള ഇതിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി താമസമുണ്ട്. ഇഷ്ടം പോലെ വരാറുണ്ട്. കുട്ടികൾ വളരെ അകലെന്ന് കുട്ടികൾ വളരെ അകലെന്ന് കുട്ടികളും കാരണന്മാരായിട്ട് വരാറുണ്ട് പേപ്പർ കണ്ടിട്ട്. 2005 CV നാരായണന് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വ്യായാമം നിർദ്ദേശിച്ചു. ത്രെഡ്മിൽ വ്യായാമമാണ് നിർദ്ദേശിച്ചിരുന്നത്. ചിലവേറിയ ത്രെഡ്മിൽ വാങ്ങുന്നതിന് പകരം ഇദ്ദേഹം സ്വന്തമായി തന്നെ അത് നിർമ്മിച്ചു. എന്റെ ബൈപ്പാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. കോൾസ്ട്രോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു മേടിച്ച് ചെയ്യാനും പറഞ്ഞു. അപ്പൊ ഇത്രയും വില കൊടുത്ത് ഞാൻ പോയൊക്കെ നോക്കി കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം മേടിച്ച് അത് സെക്കൻഡ് ഹാൻഡ് പൈപ്പുകളും സാധനങ്ങളും മോട്ടറും എല്ലാം മേടിച്ച് അപ്പൊ ഒരു 3000 രൂപയ്ക്ക് മേലെ വന്നിട്ടുള്ളത്. അപ്പൊ അതേ തന്നെ കണ്ടീഷൻ തന്നെ. അതിന് കാണാൻ കുറച്ച് ഭംഗി കുറവും കാര്യങ്ങളും സ്പോഞ്ചില്ല കാര്യങ്ങളില്ലാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വർക്കിംഗ് എല്ലാം തന്നെ. വീട്ടിൽ മാസ്റ്റർ നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റുമുണ്ട്. വാട്ടർ പ്യൂരിഫയറും പുറത്തുനിന്ന് വാങ്ങിയതല്ല. ഇപ്പോൾ പ്രായം 70-നടുത്താകുന്നു. ചെറുപ്പം മുതൽ തോന്നിയിരുന്ന ശാസ്ത്ര താൽപര്യമാണ് ഇദ്ദേഹത്തെ വേറിട്ട ജീവിതത്തിന് പ്രേരിപ്പിച്ചത്. നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് നമ്മൾ വെറുതെ വലിച്ച് എറിഞ്ഞ് കളയുന്ന സാധനം, എലി, പൂച്ച, ഈ കൊതുകൊക്കെ ഉണ്ടാവുന്ന സാധനം നമ്മളിങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് ഗ്യാസ് എടുക്കുക, ജൈവവളം എടുക്കുക. അതിന് സംവിധാനമുള്ളത്. ലേറെ ജോലികൾ ഇദ്ദേഹത്തിന് അറിയാം. ഇലക്ട്രിക്കൽ വർക്കുകൾ, സ്ക്രീൻ പ്രിന്റിംഗ്, ഫോട്ടോഗ്രാഫി, അലൂമിനിയം ഫാബ്രിക്കേഷൻ, ഓയിൽ പെയിന്റിംഗ് തുടങ്ങി മരപ്പണിയും കൽപ്പണിയും വരെ ഇദ്ദേഹത്തിന് പരിചിതം. സ്വന്തമായ കോഡ് ഭാഷ വരെ മാസ്റ്റർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തമായി നിർമ്മിച്ച ഇത്രയധികം സാമഗ്രികൾക്കായി ഒരു പാർക്ക് സ്ഥാപിക്കണമെന്നാണ് മാസ്റ്ററുടെ ആഗ്രഹം. എനിക്കിപ്പോ ഈ ധാരാളം ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് അപ്പൊ അവര് ആഗ്രഹിച്ച കുട്ടികൾക്കും അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കൂടി ഒരു പാർക്കാക്കാൻ പറഞ്ഞിട്ട് വളരെയധികം പേര് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ കുട്ടികൾക്കുള്ള പഠനോപകരണം ആ ഒരു മുറിയിൽ വന്നിട്ട് 2-3 ആളെ വെച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതൊരു ചെറിയ ഹാളിൽ അവിടെ വെച്ച് കഴിഞ്ഞാല് വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു പോകണം. എന്നെ കൊണ്ട് ഇനിയിപ്പോ ഇതിൽ പൈസ മുടക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഗവൺമെന്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച്
MLA ഒക്കെ വന്ന് കണ്ടുപോയി, പഞ്ചായത്തിൽ നിന്ന് വന്ന് കണ്ടുപോയി. ഇവനെ MP വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നായിരുന്നു അഡ്രസ്സൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണു. എല്ലായിടത്തും എന്ന പോലെ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒന്ന് പറയാതിരിക്കാൻ വയ്യ. സാർവത്രികമായ രീതിയിൽ പരീക്ഷകളിലും മറ്റും പാസായി വരുന്നവരെയല്ല, ശാസ്ത്രവാസനയുള്ളവരെ കണ്ടെത്തി വളർത്താൻ കഴിയാതെ പോയത് ഒരുപക്ഷെ നാടിന് നഷ്ടമുണ്ടാക്കിയിരിക്കാം. ചെറുപ്രായത്തിൽ CV-യെപ്പോലെ പ്രതിഭയുള്ളവരെ സർക്കാർ പ്രോത്സാഹിപ്പിച്ചാൽ അതിന് നേട്ടം കണ്ടുപിടുത്തങ്ങളിലൂടെ നാടിന് തന്നെയാകും.